പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും ആസാമിലും പുതുശ്ശേരിയിലുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകൾ, കേരളം ഉൾപ്പെടെ. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ടും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തീവ്രമായ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഒരു ഗതിക്രമത്തെയും സംബന്ധിച്ച് വളരെ ഗൗരവാവഹമായ പരിശോധന ഉണ്ടാവണം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും സ്വാശ്രയത്വത്തിനും മതനിരപേക്ഷ മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന എല്ലാ ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പുകളിൽ വലതുപക്ഷത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ ഗതിയിലേക്ക് ഇന്ത്യയിലെ സുപ്രധാനങ്ങളായ സംസ്ഥാനങ്ങൾ അമർന്നുപോയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ബംഗാൾ ചരിത്രപരമായി തന്നെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഒരു രാഷ്ട്രമായി കാണുന്നതിനുമുള്ള മഹാമൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു സമൂഹമാണ്. 34 വർഷക്കാലം ഇടതുപക്ഷം ഭരിക്കുകയും വർഗീയമായ ധ്രുവീകരണങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്തൊരു സമൂഹത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് മഹാസഖ്യമുണ്ടാക്കി ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്നത്. തൃണമൂലിൻ്റെ വഴികളിലൂടെയാണ്, തൃണമൂലിൻ്റെ നേതാക്കളിലൂടെയാണ് പതുക്കെ സംഘപരിവാർ ഇന്ത്യയിലെ ഏറ്റവും മതനിരപേക്ഷമായ സംസ്കാരം നിലനിൽക്കുന്ന, ഇന്ത്യയിലെ പ്രബുദ്ധമായ ഒരു ജനതയുള്ള ബംഗാളിൽ അവരുടെ സ്വാധീനം പതുക്കെ ഉറപ്പിച്ചെടുത്തത്. ആ ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പോടെ ഹിന്ദുത്വവാദികൾ BJP സംസ്ഥാന അധികാരം പിടിച്ചിരിക്കുകയാണ്. ഇതിൽ പരിശോധിക്കേണ്ട നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് SIR വഴി വലിയ രീതിയിൽ വോട്ടർമാരെ വെട്ടിമാറ്റി പുതിയ വോട്ടർമാരെ പലയിടങ്ങളിലും തിരികെ കയറ്റി. ആസാമിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ, ഇന്ത്യയിലെ വരേണ്യ സനാതന സംസ്കാരത്തിനെതിരെ, ബ്രാഹ്മണ്യ അധീശത്വത്തിനെതിരെ ഏറ്റവും ശക്തമായ നവോത്ഥാനത്തിൻ്റെ അഗ്നിജ്വാലകൾ പടർത്തിയ ഒരു സമൂഹമാണ് തമിഴ് സമൂഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ രൂപമായിരുന്നു DMK എന്ന് പറയുന്ന പാർട്ടി, ദ്രാവിഡ മുന്നേറ്റ കഴകം. ആ പാർട്ടി അധികാരത്തിൽ നിന്ന് പോയിരിക്കുക. ഇതെല്ലാം കാണിക്കുന്നത് ഇപ്പോൾ നടന്ന ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് തീവ്ര വലതുപക്ഷത്തിന് അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ചാലും ഇത് തന്നെയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടി തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. 10 വർഷക്കാലം കേരളം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എന്തുകൊണ്ട് തിരിച്ചടിയുണ്ടായി? ഇടതുപക്ഷത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അകത്തുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ എന്ന പോലെ പ്രധാനപ്പെട്ട ബാഹ്യമായ വലതുപക്ഷത്തിൻ്റെ സംഘടിതമായ ചില അജണ്ടയുടെ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷ സർക്കാർ നിലനിന്നിരുന്ന ഏക സംസ്ഥാനമായിരുന്നു കേരളം. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ഇല്ലാതാക്കുക എന്നത് ഹിന്ദുത്വ വർഗീയവാദികളുടെയും അവരുമായി പല തലങ്ങളിൽ പൊതുവികാരം പങ്കിടുന്ന എല്ലാ വലതുപക്ഷ ശക്തികളുടെയും അജണ്ടയാണ്. അതിനായി അവർ ഇടതുപക്ഷ സർക്കാരിനെതിരായും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെതിരായിട്ടും നിരന്തരമായ അപവാദ പ്രചരണങ്ങൾ. പിണറായി വിജയൻ ഹിന്ദുത്വവാദിയാണ്, RSSുമായി ബന്ധമുള്ള ആളാണ് എന്ന രീതിയിലുള്ള നെറേഷനുകൾ സൃഷ്ടിക്കാനുള്ള
പ്രവർത്തനങ്ങളാണ് നടന്നത്. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരെ കോർപ്പറേറ്റ് മൂലധന താൽപ്പര്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ബദൽ നയങ്ങൾ നടത്തുന്നവരെ അപകീർത്തിപ്പെടുത്തുകയും തകർക്കുകയും എന്ന തന്ത്രമാണ് ഇവിടെ പരീക്ഷിക്കപ്പെട്ടത്. വലതുപക്ഷത്തിൻ്റെ ഈ വിധമുള്ള അപവാദ പ്രചരണങ്ങളെയും കുടില നീക്കങ്ങളെയും പ്രതിരോധിക്കുന്നതിനും തുറന്നു കാട്ടുന്നതിനും ഇടതുപക്ഷത്തിന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രധാനമായും കാണിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു പോയ തെറ്റുകളും വീഴ്ചകളും കണ്ടെത്തുക എന്നത്, അത് തിരുത്തുക എന്നത്, എന്നിട്ട് പ്രസ്ഥാനത്തെ മുന്നോട്ട് പോവുക, കേരളത്തിൻ്റെ വിശാലമായ താല്പര്യത്തിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ് ഉയർത്തുക എന്നത് CPM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയവും സംഘടനാപരവുമായ നടപടികൾ ആവശ്യപ്പെടുന്നതാണ്. ആ രീതിയിലുള്ള നടപടികൾക്കാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മിനിഞ്ഞാന്ന് ചേർന്ന് രൂപം നൽകിയിരിക്കുന്നത്. സ്വയവിമർശന സമീപനങ്ങളിൽ നിന്ന് വളരെ ആഴത്തിലുള്ള ഗൗരവവഹമായ പരിശോധനയും തിരുത്തൽ നടപടികളും, അതുവഴി മാത്രമേ ഇപ്പോഴുണ്ടായ തിരിച്ചടികളെ CPM-ന് അതിജീവിക്കാൻ കഴിയൂ. പാർട്ടി സെക്രട്ടേറിയറ്റ് അത്തരത്തിലുള്ളൊരു പരിശോധനയ്ക്ക്, അതിന് സഹായകരമായ വളരെ തുറന്നതും സ്വതന്ത്രവുമായ ചർച്ചകൾ, സ്വയം വിമർശനങ്ങൾ, സംവാദങ്ങൾ പാർട്ടിക്കകത്ത് മാത്രമല്ല ബഹുജനങ്ങൾക്കിടയിലും വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇടതുപക്ഷം എന്നത് അധ്വാനിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങളുടെയും ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ദളിത് സമൂഹങ്ങളും ഉൾപ്പെടുന്ന എല്ലാ മർദ്ദിത വിഭാഗങ്ങളുടെയും സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ ബോധം കമ്മ്യൂണിസ്റ്റുകാരായ എല്ലാവർക്കും ഉണ്ടാവണം. കാരണം ഇടതുപക്ഷത്തെ തകർക്കുക, കമ്മ്യൂണിസത്തെ തകർക്കുക എന്ന് പറയുന്നത് ഈ ജനവിഭാഗങ്ങളുടെ അധികാരത്തെ, അവകാശത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നിരവധി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അധ്വാനിക്കുന്നവരെ, മർദ്ദിത ജനസമൂഹങ്ങളെയും ഭിന്നിപ്പിക്കുന്ന എല്ലാ തരത്തിലും പെട്ട വർഗീയതയുടെ വിഭജന യുക്തികളെ തുറന്നു കാട്ടാൻ, അത്തരം വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്താൻ ഒക്കെ കഴിയണം. അതിന് മതനിരപേക്ഷ സമൂഹത്തെയും ബഹുജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു സമീപനം ഇടതുപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഇന്നത്തെ മോഡി രാജ്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയെപ്പോലുള്ള RSSൻ്റെ ഒരു കൊട്ടേഷൻ കളി, അതാണ് അദ്ദേഹം ചരിത്രപരമായി കേരളീയ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമുദായധാരയുടെ നേതാവാണ്. അതാണ് അദ്ദേഹത്തിനുള്ള സമൂഹത്തിലുള്ള അംഗീകാരം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം പലപ്പോഴും RSSൻ്റെ ചില കൊട്ടേഷൻ പണിയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ സംശയിക്കും. മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധമായ വളരെ മോശപ്പെട്ട വിദ്വേഷ പ്രചരണം, വർഗീയ പ്രചരണം ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം നടത്തി. മലപ്പുറം ജില്ലക്കെതിരായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. അതിനെയൊക്കെ തുറന്ന് എതിർക്കുന്നതിൽ ഇടതുപക്ഷം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നൊരു വിമർശനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും മതനിരപേക്ഷ വിഭാഗങ്ങൾക്കിടയിലും വലിയ രീതിയിലുണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മറ്റെല്ലാ മർദ്ദിത സമൂഹങ്ങൾക്കും വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന പ്രസ്ഥാനമാണ്, കോൺഗ്രസിനെ പോലുള്ളൊരു പ്രസ്ഥാനമല്ല. അപ്പോൾ വലതുപക്ഷ ശക്തികൾ വെള്ളാപ്പള്ളിയുടെയൊക്കെ തന്നെ പ്രസ്താവനകളെയും വിദ്വേഷ പ്രചരണത്തെയൊക്കെ എടുത്ത് അതൊക്കെ ഇടതുപക്ഷമാണ്, പിണറായി വിജയനാണ് നടത്തുന്നത് എന്ന ക്യാമ്പയിൻ സ്വാഭാവികമായിട്ടും അത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും മതനിരപേക്ഷ വിശ്വാസികളിലും ഇടതുപക്ഷത്തോട് CPM-നോട് വലിയ രീതിയിലുള്ള ഒരുതരം താല്പര്യക്കുറവ്, ഒരുതരം എതിർപ്പ് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. CPM ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഈ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ പരാജയമാണ് ഇടതുപക്ഷം നേരിട്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ അസാധാരണമായ പരിശോധനയും സംഘടനാ രംഗത്തെ നടപടികളും വിലയിരുത്തലുമൊക്കെ ഈ പരാജയം ഇടതുപക്ഷത്തോട് CPM-നോട് ആവശ്യപ്പെടുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്കേറ്റ തിരിച്ചടികളെയും അതിന് കാരണമായ രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രശ്നങ്ങളെയും വളരെ ആഴത്തിൽ തന്നെ പരിശോധിച്ച് റെക്ടിഫിക്കേഷൻ നടപടികൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ശക്തികളെ സംബന്ധിച്ചിടത്തോളം
തെറ്റ് സംഭവിക്കാം. തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തുക എന്നതാണ് ജനങ്ങളോടുള്ള അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് തിരിച്ചടികളുണ്ടായി? എന്തുകൊണ്ട് ഈ രീതി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു? ഈ കാര്യം ഒരു തരത്തിലുള്ള സംശയവും സന്ദിഗ്ധതയുമില്ലാതെ കണ്ടെത്തി ദൃഢമായ രീതിയിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം. അതിനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബ്രാഞ്ച് തലം വരെയുള്ള ഓരോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അഭിപ്രായങ്ങൾ അറിയാൻ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്വപൂർവമായ തെറ്റുകൾ തിരുത്തി ജനങ്ങളുടെ ഇച്ഛക്കൊത്ത് ഉയരാനുള്ള വളരെ ഉത്തരവാദിത്വപൂർവമായിട്ടുള്ള ഒരു നിലപാടാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വലതുപക്ഷം, RSS തൊട്ട് കോൺഗ്രസ് വരെയുള്ള വലതുപക്ഷം, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ ഇവരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ ചൂണ്ടിക്കാണിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ, കമ്മ്യൂണിസ്റ്റുകാരായ ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ അമിത് ഷാ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിലും കമ്മ്യൂണിസം ഇല്ലാതാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, എന്ത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അന്ത്യമാണ്, ഇനി കേരളത്തിൽ തിരിച്ചു വരുന്ന പ്രശ്നമല്ല. ഇവരുടെയൊക്കെ വാക്കുകൾക്ക് അടിയിലൊഴുകുന്നത് ഫുക്കിയാമമാരുടെയും ഹണ്ടിങ്ടൺമാരുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വംശീയ വർഗീയ വിദ്വേഷ സിദ്ധാന്തങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇടതുപക്ഷത്തെ, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് കേരളത്തിൽ ഇതിനു മുമ്പും ഇടതുപക്ഷത്തിന് പരാജയമുണ്ടായിട്ടുണ്ട്. ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷം തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു ചരിത്രപാഠത്തെ ഭയപ്പെടുന്നവരാണ് മുസ്ലിം ലീഗുകാരായാലും കോൺഗ്രസ്സുകാരായാലും ഹിന്ദുത്വവാദികളായാലും. എല്ലാ വർഗീയ വലതുപക്ഷ ശക്തികളും നിയോ ലിബറൽ നയങ്ങൾക്കും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കുമെതിരായിട്ടുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങളുടെ പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നേതൃത്വ ശക്തിയായ ഇടതുപക്ഷത്തെ ഭയപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സൈദ്ധാന്തികവും രാഷ്ട്രീയവുമായ പ്രസക്തിയെ നിഷേധിക്കാനാണ് മുഖ്യധാരാ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുമെല്ലാം എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ കാലത്ത് എന്താണ്, ചരിത്രം അവസാനിച്ചു എന്ന് പറഞ്ഞ ആളുകളാണ്. പക്ഷേ ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് പോവുകയാണ്. ദേശീയ തലത്തിലും കേരളത്തിലും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന തിരിച്ചടികളെ CPM പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPM കേന്ദ്ര കമ്മിറ്റി പറഞ്ഞത്, പാർട്ടിയുടെ സ്വതന്ത്ര ശക്തി, അതിൻ്റെ ബഹുജന അടിത്തറയുണ്ടാകുന്ന ശോഷണം, അതിൻ്റെ പ്രവർത്തകരുടെ രാഷ്ട്രീയ ഇടപെടൽ ശേഷിയിലുണ്ടാകുന്ന പരിമിതി, ദൗർബല്യം, ഇതൊക്കെ തന്നെ പാർട്ടിയുടെ ബഹുജന സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പോലും വോട്ട് വീതത്തിൽ ഇടിവ് ഉണ്ടാക്കുന്നു. ഇത് വളരെ ഉത്കണ്ഠാകുലമായ ഒരു സാഹചര്യമാണ് എന്ന് പാർട്ടി നേരത്തെ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അവസ്ഥയെ സംഘടനാ രംഗത്ത് രാഷ്ട്രീയമായും സംഘടനാപരമായും പരിഹരിച്ചു പോകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരിമിതി, ഒരു ദൗർബല്യം ഗൗരവമായിട്ട് തന്നെ കാണണം. അതുകൊണ്ട് തന്നെ പരാജയത്തിൻ്റെ രാഷ്ട്രീയവും സംഘടനാപരവുമായ കാരണങ്ങൾ സൂക്ഷ്മതലത്തിൽ തന്നെയുള്ള പരിശോധനയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ ദിശയിലുള്ള ഒരു സംഘടനാ രംഗത്തെ ബ്രാഞ്ച് തലം തൊട്ടുള്ള പരിശോധനക്കും ചർച്ചക്കുമാണ് പരിപാടിയിട്ടിരിക്കുന്നത്. മുഴുവൻ പാർട്ടി അംഗങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക, പാർട്ടി നേതൃത്വത്തിൻ്റെ ദോഷങ്ങൾ എന്താണ്, ഏതൊക്കെ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിച്ചത്, ഇടതുപക്ഷത്തിനെതിരാക്കിയത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ അടിത്തട്ടിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് തന്നെ പഠിക്കാനുള്ള ഒരു തിരുത്തൽ പ്രക്രിയക്ക്, ഒരു റെക്ടിഫിക്കേഷന് പാർട്ടി മുന്നോട്ട് വരികയാണ്. പാർട്ടിയുടെ നയങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ വന്ന വീഴ്ചകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് വളരെ കൃത്യതയോടെ തിരിച്ചറിയാനും അതുവഴി ബഹുജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദൗർബല്യങ്ങളെയും കണ്ടെത്തുകയും ബഹുജനങ്ങളുമായിട്ടുള്ള അകൽച്ച പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും പെരുമാറ്റങ്ങളും സമീപനങ്ങളും കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യണം. കമ്മ്യൂണിസ്റ്റുകാർ വെള്ളത്തിൽ മത്സ്യങ്ങളെ എന്ന പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലക്കുള്ള അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം
അത് വർഗങ്ങളും വിഭാഗങ്ങളും ഒക്കെ വേർപിരിഞ്ഞിരിക്കുന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായിട്ടുള്ള ആത്മീയമായ വളരെ ശക്തമായ ദൃഢമായ ബന്ധമാണ്. പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ആരോഗ്യകരമല്ലാത്ത പ്രവണതകൾ, പാർട്ടി സംഘടനാ രംഗത്തെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് നിരക്കാത്ത ശൈലികളും പ്രവർത്തന രീതികളും എല്ലാം പരിശോധിക്കപ്പെടണം. ആത്മവിമർശനപരമായി കാര്യങ്ങൾ സമീപിക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെ, ദൗർബല്യങ്ങളെ എന്ത് എന്നറിഞ്ഞ് അത് പരിഹരിക്കാനും കോർപ്പറേറ്റ് മൂലധന താൽപ്പര്യങ്ങൾക്കും വർഗീയതക്കുമെതിരായിട്ട് രാജ്യത്ത് മാതൃകാപരമായ ഒരു ബദൽ സൃഷ്ടിച്ച സംസ്ഥാനമാണ് കേരളം. ഇനി അധികാരമേക്കാൻ പോകുന്ന കേരളത്തിലെ UDF സർക്കാർ ഈ ബദലിനെ തകർക്കും. കാരണം അവർ നിയോ ലിബറൽ സാമ്പത്തിക യുക്തിയിൽ നിന്നുള്ള വികസന കാഴ്ചപ്പാടുകൾ, ബദൽ ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചവരാണ്. കേരളത്തിൻ്റെ വിഖ്യാതമായ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിൽ കേരളം കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും അതേപോലെ തന്നെ PSC നിയമന രംഗത്തുമൊക്കെ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, കേരളം അടിസ്ഥാന സൗകര്യ രംഗത്ത് റവന്യൂ വരുമാനം, അതേപോലെ തന്നെ വിഭവദാരിദ്ര്യം, ഇതൊക്കെ വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ബജറ്റിന് പുറത്ത് കിഫ്റ്റി പോലുള്ള വളരെ ഭാവനാത്മകമായ ഒരു സംവിധാനത്തിലൂടെ മൂലധനം സമാഹരിച്ച് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വിസ്മയകരമായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാക്കി. ഇതിനോടെല്ലാം ഇടതുപക്ഷത്തെ തകർത്ത് തോൽപ്പിച്ച് അധികാരത്തിലേക്ക് വരുന്ന ഇവിടുത്തെ UDF സർക്കാരിൻ്റെ സമീപനം അങ്ങേയറ്റം നിഷേധാത്മകമാണ്. അതുകൊണ്ട് ഈ കേരളം നേടിയ പുരോഗതിയുടെ സാമ്പത്തിക രംഗത്തെ വികസനത്തിൻ്റെ നേട്ടങ്ങളെ കാക്കാനും ഫെഡറലിസത്തിനായി കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിട്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അധ്വാനിക്കുന്നവരുടെയൊക്കെ തന്നെ അവകാശങ്ങളും ആനുകൂല്യങ്ങളുമൊക്കെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം, അതിൻ്റെ നേതൃത്വ ശക്തിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതെല്ലാം കേരളത്തിൽ വളരെ ദൃഢമായ, വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും പ്രാപ്തമാക്കുന്ന ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ, അത് രാഷ്ട്രീയമായ, സൈദ്ധാന്തികമായ, സംഘടനാപരമായ ഒരു പ്രക്രിയയാണ്. പാർട്ടിയെ രാഷ്ട്രീയമായിട്ടും സൈദ്ധാന്തികമായും അതിന് പ്രാപ്തമാക്കുക, സംഘടനാപരമായിട്ട് ദൃഢമാക്കുക എന്നതാണ് ഒരു ശരിയായ കാഴ്ചപ്പാടിൽ നിന്ന് ശരിയായ രീതിയിലുള്ള നയങ്ങൾ നടപ്പാക്കണമെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു പാർട്ടി സംഘടനാ സംവിധാനം വഴി മാത്രമേ കഴിയൂ. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക, കേരളത്തിൻ്റെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഹിന്ദുത്വ കോർപ്പറേറ്റ് താല്പര്യങ്ങളിൽ നിന്ന് വരുന്ന വർഗീയ കൂട്ടുകെട്ടിൻ്റെതായ മോഡി ഭരണമുയർത്തുന്ന രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കും രാജ്യത്തിൻ്റെ സ്വാശ്രയത്വത്തിനും പരമാധികാരത്തിനുമൊക്കെ എതിരായിട്ടുള്ള വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് ഇടതുപക്ഷത്തെ കരുത്തുറ്റതാക്കാൻ ഈ തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെ സംഭവിച്ച വീഴ്ചകളുടെ എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുന്നതിലൂടെ നമുക്ക് കഴിയണം. തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടാക്കിയ നിരാശയുടെ പടുകുഴിയിൽ പെട്ടുപോകേണ്ടവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. തിരിച്ചടികളുണ്ടാകും, ചരിത്രം അതാണ്. അങ്ങനെ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടികളുടെ കാരണം എന്ത് എന്ന് മനസ്സിലാക്കി അത് ആത്മാർത്ഥമായി തുറന്ന മനസ്സോടെ തിരുത്തി ശക്തി സംഭരിച്ച് ജനങ്ങളുടെ വിശ്വാസം സംഭരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരിൽ അർപ്പിതമായ രാഷ്ട്രീയ ഉത്തരവാദിത്വം.